തിരികെ സാരംഗിയിലേക്ക് നടക്കുന്നു. മയുടെ മനസ്സാകെ കുലശിതമായിരുന്നു. ഡ്രൈവിങ്ങിനിടയിൽ അവളുടെ കണ്ണുകൾ ഇടയ്ക്ക് മോതിര വിരലിൽ അരുണയിച്ച് മോതിരത്തിലേക്ക് നീങ്ങി. അന്ന് ആ ഒരു നിമിഷം, ആ ഒരു ദിവസം എന്തൊരു സന്തോഷമായിരുന്നു തന്നെ. പക്ഷെ അതിനുശേഷമുള്ള രാത്രി, പിന്നീട് അവിടെ നിന്ന് തുടങ്ങി ഈ നിമിഷം വരെ അന്നുണ്ടായ സന്തോഷത്തിന്റെ ചെറു കാണിക പോലും ബാക്കിയായി തന്നിൽ അവശേഷിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് അരുണ, മറ്റൊരു ഭാഗത്ത് വീര. ആരാ തനിക്ക് യോജിക്കുന്നത്? ആരാ ശരി? ഒരു വിധത്തിൽ പറഞ്ഞു താനെന്ന ലോകത്ത് ഒതുങ്ങി പോയവനാണ് വീര. വേർപിരിയലിന്റെ വിരഹവേദനയിൽ വെറും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തന്നോടുള്ള പ്രതികാരം എന്നോണം മറ്റൊരു പെണ്ണുമായി ബന്ധം പുലർത്തിയതാണൊരു. വീണ്ടും മനം മാറ്റം സംഭവിച്ച് അവൻ തന്നിലേക്ക് വന്നത് ട്രീസിയെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടല്ലേ? ഇല്ലായിരുന്നെങ്കിൽ അവൻ വരില്ലായിരുന്നു. ഇന്നും തനിക്ക് വീറു മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. വോണ്ട് യു റിഗ്രറ്റ് ഹിരൺമയി? അവള് വേദനയോടെ മനസ്സിൽ ചോദിച്ചുപോയി. അറിയില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ബ്ലോക്കും മറ്റും കാരണം റോഡ് സൈഡിൽ നിന്ന് ഷോർട്ട് കട്ടിലേക്ക് വണ്ടി വളച്ച് അല്പദൂരം പിന്നിട്ടപ്പോഴേക്കും മൈക്ക് തന്റെ കാഴ്ച മങ്ങും പോലെ തോന്നി. ചുറ്റും കറങ്ങുന്നത് പോലെ, ദേഹം തളരുന്നത് പോലെ. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ തന്റെ സ്കൂട്ടിയുമായി അവള് വഴിയോരത്തേക്ക് ബോധമറ്റ് വീണിരുന്നു. പിന്നീട് വന്ന മറ്റൊരു കാർ ആ കാഴ്ച കണ്ടിട്ട് അവര് സഡൻ ബ്രേക്ക് ചവിട്ടി നിർത്തിയിരുന്നു. കണ്ണു തുറക്കുന്നു. മൈക്ക് ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല. പെട്ടെന്നാണ് താൻ കിടക്കുന്ന തന്റെ ബെഡിലില്ലെന്നും അത് തന്റെ റൂമല്ലെന്നും മൈ മനസ്സിലാക്കുന്നത്. അവള് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കയ്യിലെന്ന് വലിഞ്ഞ് വേദനിച്ചപ്പോ അവളൊന്ന് അവിടേക്ക് നോക്കി. അവിടെ ട്രിപ്പ് ഇട്ടിരിക്കുന്നത് കണ്ട് അവൾ അമ്പരപ്പെട്ടു. ഡോറ് തുറന്ന് വൈഷ്ണ വരുന്നത് കണ്ടത് അവൾ അതിശയത്തോടെ അവളെ നോക്കി. ചേച്ചിയോ? ഞാനെന്താ ഇവിടെ? ഇതെന്താ എന്റെ കയ്യില്? മൈ ഒന്നും മനസ്സിലാവാതെ വൈഷ്ണയുടെ മുഖത്തേക്ക് നോക്കി. വൈഷ്ണയുടെ മുഖവാടി ഇരുണ്ടിരുന്നു. ഇത് അമ്മയുടെ ക്ലിനിക്കാണടാ. നീ വഴിയിൽ വെച്ച് അൺകോൺഷ്യസ് ആയ അമ്മയുടെ കാറിന് മുന്നിലേക്കാ വീണത്. അമ്മ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. വൈഷ്ണ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവളുടെ കയ്യിൽ ട്രിപ്പൂരി മാറ്റി. എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ ഇടക്കിടക്ക് തല ചുറ്റുന്നുണ്ട്. രാവിലെ ഫുഡ് കഴിച്ചപ്പോ വൊമിറ്റ് ചെയ്തപ്പോ അമ്മ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോവാന്ന്. ഞാൻ കേട്ടില്ല. മൈ മുടി മാറി ചെവിക്ക് പിന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. നീ വാ, അമ്മക്ക് നിന്നെ ഒന്ന് കാണണമെന്നു. വൈഷ്ണ അവളുടെ കയ്യിൽ പിടിച്ച് ശ്രീദേവിയുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. ഹായ് ആന്റി. ശ്രീദേവിയെ കണ്ടിട്ട് മൈ അവർക്ക് മുമ്പിലുള്ള ചെയറിലിരുന്ന് അവളുടെ അരികിലായി വൈഷ്ണവ്. ആഹാ, വന്നോ? ഹൗ ഡു യു ഫീൽ നൗ? ശ്രീദേവി സ്പെക്സ് കണ്ണിലേക്ക് വെച്ചുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു. ഫീൽ ബെറ്റർ. ഡു ഐ ഹാവ് എനി അതർ ഇഷ്യൂ? മൈ എടുത്തു ചോദിച്ചു. ശ്രീദേവി വൈഷ്ണവ് അവൾ അവരോട് പറയാൻ കണ്ണു കാണിച്ചു. ഇരുവരുടെയും കാട്ടിക്കൂട്ടലുകൾ കണ്ട് മൈക്കൊന്നും മനസ്സിലാവാതെ ഇരുന്നു. മോളെ. ശ്രീദേവി മൈയുടെ ശ്രദ്ധ തിരിച്ചു. എന്താന്ന ഭാവത്തിൽ അവൾ അവരെ നോക്കി. എനിക്ക് വൈച്ചുവിനെ പോലെ തന്നെയാണ്. നീ മൈത്രിന്നറിയാലോ. ഒരമ്മയുടെ സ്ഥാനത്ത് ഇത് മോളോട് പറയുന്നു. എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എങ്കിലും ഒരു ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ നിന്നോട് അതെനിക്ക് പറയാതിരിക്കാനും വയ്യ. വാക്കുകളിൽ പറഞ്ഞ ബുദ്ധിമുട്ട് ശ്രീദേവിയുടെ സ്വരത്തിലും ഭാവത്തിലും കൂടി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കാര്യം എന്താന്ന് പറഞ്ഞില്ല. തിരികെ മൈ ആദ്യയോടെ തന്നെ തിരക്കി. മോളെ, നീ 3 വീക്ക് പ്രഗ്നന്റ് ആണ്. അല്പം മടിയോടെ ശ്രീദേവിയിൽ ആ വാക്കുകൾ കേൾക്കി. മൈ നെഞ്ചിൽ അസ്ത്രം തറച്ച കണക്കെ മൈ ശില പോലെ ഉറഞ്ഞു പോയിരുന്നു. ദേഹം ആസകലം തരിപ്പ് പടർന്നതുപോലെ മൈ പെട്ടെന്ന് വെട്ടിവരച്ചുകൊണ്ട് ശ്രീദേവി തുറച്ചു നോക്കിയിരിക്കുകയായിരുന്നു. എന്താ ഇപ്പൊ താൻ കേട്ടത്? പ്രഗ്നന്റ് ആണെന്ന്? തന്റെ വയറ്റില് ഒരു ജീവൻ വളരുന്നുണ്ടെന്നല്ലേ ഡോക്ടർ ഇപ്പൊ പറഞ്ഞത്? തനിക്കൊരു കുഞ്ഞ്? മൈ വെപ്രാളത്തെ രണ്ടുപേരെ മാറി മാറി നോക്കി. മൈ മോളെ. അവള് പരിഭ്രാന്തിപ്പെടുന്നത് കണ്ട് ശ്രീദേവി തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു. സത്യമാണോ ആന്റി? ഞാൻ ഞെട്ടല് വിട്ടുമാറാതെ മൈ ചോദിക്കാൻ ശ്രമിക്കുന്നു. അറിയാതെ അവളുടെ കണ്ണും കൈയും തന്റെ ഉദരത്തിലേക്ക് നീങ്ങിയിരുന്നു. എന്താടാ, ഞാൻ കള്ളം പറയുമെന്നാണോ നീ വിചാരിക്കുന്നത്? ഗൗരവത്തോടെ അവരത് ചോദിക്കുമ്പോൾ താൻ കേട്ടത് സത്യമാണെന്ന് മൈക്ക് കൂടുതൽ ബോധ്യമായി. അവള് തളർച്ചയോടെ പിന്നിലേക്കിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷീണം, തലയിറക്കമല്ല, ഇതിന്റെ ലക്ഷണങ്ങളായിരുന്നു. പീരീഡ്സ്. ഈ മാസം താ പീരീഡ്സ് ആയിട്ടില്ലെന്ന് അപ്പോഴാ അവൾ ഓർക്കുന്നത് തന്നെ. അവൾക്ക് മുന്നിൽ നിൽക്കുന്നവരെ അഭിമുഖീകരിക്കാൻ മടി തോന്നി.
തന്നെപ്പറ്റി മോശമായിട്ട് അവർ വിചാരിക്കുന്നുണ്ടോ എന്ന് അവള് ഭയന്നു. എന്താടാ നീ ഇത്രയും ടെൻഷനായി കാണുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണോ മോളെ? ശ്രീദേവി ആകുലതയോട് തിരക്കുന്നു. മൈ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. അബദ്ധമോ? അല്ല, ഈ വയറ്റിൽ ഇപ്പൊ വളരുന്ന കുഞ്ഞ് അത് വീറിൻ്റെതാണെന്ന് നിഷ്പ്രയാസം തനിക്ക് പറയാൻ കഴിയും. ഒന്ന് സ്പർശിക്കാൻ പോലും തന്റെ ശരീരം മറ്റൊരാൾക്ക് മുന്നിൽ അടിയറവ് വെച്ചിട്ടില്ല. വീറിനൊപ്പം ശരീരം പങ്കുവയ്ക്കുമ്പോൾ ആദ്യമൊക്കെ പ്രൊട്ടക്ഷൻ സ്വീകരിക്കുമെങ്കിലും പിന്നെ പിന്നെ അതിനെക്കുറിച്ച് ഓർത്തുകൂടിയില്ല. നോ, ശ്രീദേവിക്കുള്ള ഉത്തരവായി. മൈ വിലങ്ങനെ തലയാട്ടെ. അത് കേട്ടത് ശ്രീദേവി വൈഷ്ണയെ നോക്കി ദീർഘമായി നിശ്വസിച്ചു. അവർക്ക് കൂടുതലായി. അവളോടൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. മൈയുടെ ബോഡി നന്നായിട്ട് വീക്കാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കണം. ഞാൻ തൽക്കാലം കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് എഴുതാം, അത് കഴിക്കണം. പ്രിസ്ക്രിപ്ഷനിൽ കുറിച്ചുകൊണ്ട് ശ്രീദേവി അത് അവൾക്ക് നേരെ നീട്ടി. കൂടെ ബ്ലഡ് റിസൾട്ട്. മൈ തലയൊന്ന് അനക്കിക്കൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആന്റി ഇറങ്ങുന്നതിന് മുന്നേ അവൾ അവരെ വിളിച്ചു. എന്താ? ഇത് മറ്റാരോടും പറയരുതെന്നല്ലേ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊന്നും നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. സോ ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ശ്രീദേവി തന്റെ ഒപ്പീനിയൻ പറയുന്നത് കേട്ടത് മൈ ഒന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പോർച്ചിലേക്ക് സ്കൂട്ടി ആയിട്ട് വെച്ച് റിപ്പോർട്ടും പറ്റും സീറ്റിനടിയിൽ ഭദ്രമായി വെച്ചുകൊണ്ട് ഒരു ജീവച്ഛവം കണക്കി മൈ അകത്തേക്ക് കയറി. ഉള്ളിൽ മറ്റാരെയും കാണാൻ കഴിയാതിരുന്നതിൽ അവൾക്ക് ആശ്വാസം തോന്നി. ശബ്ദമില്ലാതെ അവൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. ഏതോ ലോകത്തെന്ന പോലെ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തിയിരുന്നു. റൂമിലേക്ക് കയറി ഡോർ അടച്ച് അവൾ നേരെ വന്നു നിന്നത് കണ്ണാടിയുടെ മുന്നിലേക്കായിരുന്നു. അവളുടെ നിന്ന് മെല്ലെ അവളുടെ കണ്ണുകൾ സ്വന്തം ഉദരത്തിലേക്ക് താഴ്ന്നിരുന്നു. ഇവിടെ ഒരാൾ കൂടി ഉണ്ടല്ലേ? അത്ഭുതം തോന്നുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. താനൊരു അമ്മയായിരിക്കുന്നു. അവളുടെ ചുണ്ടിൽ മെല്ലെ ഒരു മന്ദഹാസം വിരിഞ്ഞിരുന്നു. പതിയെ ആ വിരിഞ്ഞ ചുണ്ടുകൾ വിറച്ചു തുടങ്ങി, വിതുമ്പി തുടങ്ങി. കണ്ണുനീർ കലങ്ങിയൊഴുകി. നിയന്ത്രിക്കാൻ കഴിയാത്തിട്ട് അവൾ ഇന്നൊരു കരച്ചിൽ പുറത്തേക്ക് പാഞ്ഞു. ഡ്രസ്സിംഗ് ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ അവളൊരൊറ്റ തട്ടിനെ ഒരു ഭാഗത്തേക്ക് തട്ടി തെറിപ്പിച്ചിരുന്നു. അവ ചുമരി തട്ടി താഴേക്ക് തെറിച്ചു വീണു. ഒരു ഭ്രാന്തിയെ പോലെ മൈ ആ മുറിയിൽ ഓടി നടന്ന് കണ്ണി കണ്ടതെല്ലാം എറിഞ്ഞുടച്ചു. ബെഡ്ഷീറ്റ് വലിച്ചു പറിച്ചു. തുറന്നു കിടന്ന കബോർഡിൽ നിന്ന് ഇരു കൈകൾ കൊണ്ട് വസ്ത്രങ്ങൾ വലിച്ചു വാരി എറിയുന്നു. ഒരു ടീഷർട്ട് അവളുടെ കണ്ണി പെട്ടു. മൈ അതിലേക്ക് തുറച്ചു നോക്കി. സങ്കടമുണ്ട്. അവളുടെ മുഖം ചുവന്നു. വീർ പണ്ടൊരിക്കൽ ചെന്നൈ ഫ്ലാറ്റിൽ വെച്ച് അവൻ മറന്നു വെച്ചു പോയ ടീഷർട്ടിൽ മുഖം അമർത്തി കരഞ്ഞു. അവൾ താഴേക്ക് ഊർന്നിരുന്നു. ഏങ്ങി നിശബ്ദമായി അവൾ കരഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്നാരോ വാതിലി മുട്ടി. മൈ നീ എപ്പോഴാ വന്നേ? ഡോർ തുറക്ക്. പുറത്ത് മൈത്രി നിർത്താതെ ഡോറ് മുട്ടിക്കൊണ്ടിരുന്നു. മുകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് ഓടി വന്നതായിരുന്നു മൈത്രി. പത്മ കുഞ്ഞുമായി പുറത്ത് നിന്നതുകൊണ്ട് തന്നെ യാതൊന്നും അറിഞ്ഞില്ല. മൈത്രി വിളിച്ചത് കേട്ടിട്ട് മൈ ഇരുന്നെടുത്ത് നനങ്ങിയില്ല. ടീഷർട്ട് നെഞ്ചോട് ചേർത്ത് അവള് കണ്ണുനീര് വാർന്നു. മൈ നീ വേഷം കെട്ടില്ലേ? ഞാൻ അമ്മയെ വിളിക്കണോ? ഭീഷണി പോലെ മൈത്രി ചോദിച്ചത്. മൈ പെട്ടെന്ന് ഞെട്ടി. പിന്നെ കണ്ണു തുറച്ച് എഴുന്നേറ്റ് അവള് വാതിൽ തുറന്നുകൊണ്ട് മാറി നിന്നു. അകത്തേക്ക് കയറിയ മൈത്രി മുറിയുടെ കോലം കണ്ട് അന്തിച്ചു നിന്നു. ഇതെന്താടാ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നത്? നീ എന്തെടുക്കുമായിരുന്നു ഇവിടെ? ചുറ്റും ഒന്ന് നോക്കി മൈത്രി മൈയോട് ചോദിച്ചു. മൈയിൽ അനക്കമില്ലാതെ നിൽക്കുന്നത് കണ്ടത് മൈത്രി അല്പം ബലമായി തന്നെ അവളെ തിരിച്ചു നിർത്തി. എന്താടാ, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? കരയായിരുന്നു നീ? അവളുടെ താടിയിൽ പിടിച്ച് പരിഭ്രമത്തോടെ അവള് ചോദിച്ചു. മൈ കണ്ണീരോടെ അവളെ നോക്കി. ഇങ്ങ് വാ. മൈത്രി അവളെ വെട്ടി പിടിച്ചിരുത്തി. പറയ്, എന്തു പറ്റി നിനക്ക്? മൈത്രി കാര്യമായിട്ട് തിരക്കി. മൈ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൈയുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് മുഖം അമർത്തി. ഞാൻ പ്രഗ്നന്റ് ആണ് ചേച്ചി. അവളുടെ കരച്ചിൽ ചീലുകൾക്കിടയിൽ ഉതിർന്നു വീണ വാക്ക് കേട്ട് മൈത്രി അടപടലെ ഞെട്ടിത്തെറിച്ചു. ഒരു ഉൾക്കിടലത്തോടെ മൈത്രി മയ്യെ പിടിച്ചു മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ നീ പറഞ്ഞേ? അതെ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ശ്രീദേവി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കെ
മയുടെ തല കുനിഞ്ഞു. മൈത്രി അവളുടെ അരികിൽ ഞെട്ടൽ വിട്ടുമാറാതെ ഇരുന്നു. ഒന്നും അവളായിട്ട് ചോദിക്കുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാവാം ഇന്ന് നടന്ന കാര്യങ്ങൾ അവളായി തന്നെ മൈത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മൈത്രിക്ക് എന്താ പറയേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നും അറിയില്ല. ഒന്നും അവളെ തന്നെ കബളിപ്പിക്കാൻ പറഞ്ഞതല്ലെന്ന് മൈത്രിക്ക് വ്യക്തമായിരുന്നു. ആരാ? മയ്യെ നോക്കാതെ മൈത്രി അത്രമാത്രം ചോദിച്ചു. അവളുടെ മുഖത്തെ ഭാവത്തിലേക്ക് മൈ പേടിയോട് നോക്കി. ചോദിച്ചത് കേട്ടില്ല നീ? ആരാണെന്ന്? മൈത്രി അവളുടെ ചുമലിൽ കുരുക്കി ആക്രോശിച്ചു. മൈ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. ആ പേര് കേട്ടത് മൈത്രി വായിൽ കൈ വെച്ചുപോയി. ഞാനും പലവട്ടം ചെന്നൈയിൽ വെച്ച്. മൈയുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? മൈത്രി അവളെ ആശ്ചര്യത്തോട് നോക്കി. അല്ല. മൈ അവളെ നോക്കി. അല്ല ശിരസനക്കി. പിന്നെ ഒന്നുമേ വ്യക്തമാവാത്തതുപോലെ മൈത്രിയുടെ മുഖം വരിഞ്ഞു മുറുകി. ഞാൻ പറയാം ചേച്ചി, എല്ലാം പറയാം. ഇരു കണ്ണുകളും മാറി മാറി തുടച്ച് മൈ മെല്ലെ ഓരോന്നും പറഞ്ഞു തുടങ്ങി. അതുവരെ താൻ അറിയാത്ത കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ മയിൽ നിന്നും കേട്ടതിന്റെ ഞെട്ടലും പകപ്പിലും മൈത്രിക്ക് ചെറുതായിരുന്നില്ല. അരുൺ എന്ന വ്യക്തി, അവളുടെ പ്രണയം, വിരഹവും, യാഷ്മ അവൾക്കുണ്ടായിരുന്ന ബന്ധം, അവനോട് ബിഹേവ് ചെയ്ത രീതികളും, ആക്സിഡന്റിന് മുന്നേ പെരുന്നാൾ രാത്രിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളും മൈത്രി നെഞ്ചിടിപ്പോടെയാ കേട്ടത്. അപ്പൊ അതാണ് ഹൻഷുവിന്ദ്രൻ നിന്നെ വെറുക്കാൻ കാരണം. ഇതാണ് അല്ലേ? കാര്യങ്ങൾ മനസ്സിലായതുപോലെ എല്ലാത്തിനും ഒടുവിൽ മൈത്രി ചോദിച്ചു. മൈത്ത് മറുപടി പറയാതെ തല കുരിച്ചിരുന്നു. നന്നായിട്ടുണ്ട് മോളെ. ഒരാളെ വേദനിപ്പിക്കാൻ മാത്രം നിന്റെ മനസ്സ് ഇത്ര കഥപ്പതിച്ചു പോയിരുന്നു. ചേച്ചിക്കറിയില്ലായിരുന്നു? ചേച്ചി മൈ ഹരിതെന്ന ഭാവത്തിൽ അവളെ നോക്കി. എന്താ പൊള്ളിയോ നിനക്ക്? മറ്റാരും പറയുന്നത് പോലെയല്ല നമ്മളെ കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വായിൽ നിന്ന് അത്തരം തരം താഴ്ന്ന വാക്കുകൾ കേൾക്കുമ്പോഴേ ഉണ്ടാകുന്നത് നോവും. ഇപ്പൊ നിനക്ക് നൊന്തില്ലേ? അതുപോലെ നീ പറഞ്ഞതല്ല അവനെ നോവിച്ചിട്ടുണ്ടാവില്ലേ? മൈത്രി ചോദിച്ചു. എനിക്കറിയാം ചേച്ചി, എനിക്കറിയാം. മൈക്ക് അരഞ്ഞു പോയി. എന്തറിയാന്ന്? എനിക്ക് ഓർക്കുമ്പോ തന്നെ നെഞ്ചുപിടയുന്നു. യാഷ് അവനൊരു പാവമായിരുന്നില്ല മോളെ. എത്ര കാര്യത്തിലാ അവൻ നിന്നെ ടേക്ക് കെയർ ചെയ്തിരുന്നത്. എന്നിട്ട് ഒരു നന്ദിയില്ലാത്ത രീതിയിൽ എന്തൊക്കെ അനാവശ്യങ്ങളാ നീ അവന് പറഞ്ഞത്. എന്തൊക്കെയാ നീ ചെയ്തു വെച്ചിരിക്കുന്നത് നിനക്ക് വല്ല ബോധമുണ്ടോ? മൈത്രി ചോദിച്ചുകൊണ്ടിരുന്നു. യാഷിന് ആക്സിഡന്റ് ആയത് നിന്നോട് പറയാതിരുന്നതില്ലേ? ഹാറിൽ ഞാനിപ്പോ ഒരു തെറ്റ് കാണുന്നില്ല. അവന് അപകടം സംഭവിക്കാൻ നീ ഒരു നിമിത്തമായി. എത്രമാത്രം നെഞ്ചു തകർന്നിട്ടായിരിക്കും അവൻ ഇവിടുന്ന് പോയത്. മൈത്രി എനിക്കറിയില്ല എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. അറിയാം ഞാൻ പറഞ്ഞത് ചെയ്തതൊക്കെ തെറ്റാണെന്നറിയാം. നഷ്ടപ്പെട്ടു പോയ പ്രണയം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞാൻ അഹങ്കാരിയായി, സ്വാർത്ഥയായി. അതിന് ആരുടെ കാൽ പിടിച്ചു വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം. പക്ഷെ ഇനിയും നിങ്ങൾ പറഞ്ഞത് കേട്ടെടുക്കാനുള്ള ശേഷിയില്ല. എനിക്ക് വയ്യ. അവൻ പോയതിനു ശേഷം ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല. സമാധാനമില്ല, സന്തോഷമില്ല. മനസ്സിൽ ശരീരത്തിന് ഒരു ഭാഗത്ത് വീർ. ഇപ്പതേ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഒറ്റക്കായതുപോലെ, ആരും ഇല്ലാത്തതുപോലെ മരിക്കാൻ തോന്നുന്നു എനിക്ക്. മൈ കാലുകളും മടക്കി മുട്ടിലും മുഖം പൂഴ്ത്തി വെച്ചു. മൈത്രി നിസ്സഹായതയോടെ അവളെ നോക്കി. ഒരു വശത്ത് യാഷിനോട് അവൾ ചെയ്ത് തെറ്റാണെന്നറിയാം. എന്നാലും മുന്നിലിരിക്കുന്ന തന്റെ സഹോദരിയാണ്. ഇത്രത്തോളം അവൾ തകർന്ന മനസ്സോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി അതവൾ മനസ്സിലാക്കിയെന്ന് മൈത്രി ഓർത്തു. പെട്ടെന്ന് കയ്യിലിരുന്ന് മൊബൈൽ റിങ് ചെയ്തപ്പോൾ മൈത്രി അതിലേക്ക് നോക്കി. ഹർഷ വിളിക്കുന്നു. അവള് വേഗം കോളെടുത്ത് സംസാരിച്ചു. അപ്പുറത്തുനിന്ന് കേട്ട വാർത്തയിൽ മൈത്രിയുടെ മുഖത്ത് ആശ്വാസവും സന്തോഷവും നിറഞ്ഞു. അവള് കോളിട്ടത് മയ്യെ നോക്കി. സമർത്ഥ വിളിച്ചത്. യാഷിന് ബോധം തെളിഞ്ഞിട്ടുണ്ടെന്ന് മൈത്രി സൗമ്യമായി പറഞ്ഞു. മുട്ടിനടിയിൽ ഒളിപ്പിച്ചു വെച്ച മുഖം ഉയർത്തി മൈ ആണോ എന്ന രീതിയിൽ മൈത്രിയെ നോക്കി. മൈത്രി അതെന്ന രീതിയിൽ തലയനക്കി. ഞാൻ എന്താ ചേച്ചി ഇനി ചെയ്യേണ്ടത്? മൈ അവളെ നോക്കി ദയനീയമായി ചോദിച്ചു. മൈത്രി നിറഞ്ഞ കണ്ണുകളോട് അവളുടെ ശിരസി തലോടി. നിന്റെ ജീവിതമാണ്, ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയുള്ള പ്രായമൊക്കെ എല്ലാം നീയായിട്ട് തുടങ്ങി വെച്ചതാ. അതിന് പരിഹാരം കണ്ടുപിടിക്കേണ്ടത് നീയാ. ചിലപ്പോൾ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അതിനൊരു നിമിത്തമായിരിക്കും. ആലോചിച്ച് തീരുമാനമെടുക്കുക. അരുൺ വേണം അതോ യാഷ് വേണം?
അതുവരെ ഈ കാര്യം ഞാൻ മറ്റാരോടും പറയില്ല. അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെയാണ് മൈത്രി അവസാന വാക്കുകൾ ഉരുവിട്ടത്. പുറത്ത് പത്മ വിളിക്കുന്ന ശബ്ദം ഇരുവരും കേട്ടു. അമ്മ വരുന്നുണ്ട്, ഈ റൂമൊക്കെ വൃത്തിയാക്കിയിട്. അമ്മക്കൊന്നും തോന്നണ്ട. എന്നിട്ടൊന്ന് ആഹാരം എന്തെങ്കിലും കഴിക്കേ. എന്തെങ്കിലും വേണോ നിനക്ക്? മൈത്രിയുടെ കണ്ണുകൾ മയ്യുടെ വയറിലേക്ക് തങ്ങി നിന്നു. പിന്നെ കഴിക്കാം, എനിക്കൊന്ന് കിടക്കണം ചേച്ചി, മൈ മെല്ലെ പറഞ്ഞു. അവളെ നോക്കി മൂളിക്കൊണ്ട് ഡോറടിച്ച് മൈത്രി വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ അവൾ പോയ വഴിയെ നോക്കി ഉഴറുകയായിരുന്നു മൈ. തുടരും. ഹായ് ഫ്രണ്ട്സ്, ഹഷികയാണ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടാ. കഥ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ അതിന്റെ അഭിപ്രായം എനിക്ക് തന്നൂടെ? എല്ലാവരും ഒരു ലൈക്ക്, ഒരു കമന്റും തരണേ. നാളെ കാണാം.